വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IPR ആണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ റോൾ ഓഫ് IPR. ഈ ടൈപ്സ് എന്തായാലും പഠിച്ചിരിക്കണം, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് IPR. എന്താണ് IPR? അപ്പോൾ ലീഗൽ പ്രൊട്ടക്ഷൻ ഗ്രാൻഡഡ് ടു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് ഫോർ ക്രിയേറ്റിംഗ് ഇന്നോവേഷൻ ആൻഡ് ഇൻവെൻഷൻസ് ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ കുറച്ച് ലീഗൽ പ്രൊട്ടക്ഷൻസും കാര്യങ്ങളുമാണ് IPR പറയുന്നത്. ഇതിന്റെ പർപ്പസ് എന്താന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ആൻഡ് റിവാർഡ് ദ ക്രിയേറ്റിവിറ്റി ഓഫ് ഇന്റലക്ച്വൽ എഫേർട്ട് ബൈ പ്രൊവൈഡിങ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ്, പ്രൊഡ്യൂസ് ആൻഡ് പ്രോഫിറ്റ് ഫോർ സച്ച് വർക്ക്. അപ്പോൾ ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിവാർഡിന് വേണ്ടിയിട്ടാണ് IPR എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും ക്രിയേഷൻ ഓഫ് മൈൻഡ്, പ്രൊമോട്ടിംഗ് ഇന്നോവേഷൻസ്, ഓഫറിംഗ് എക്കോണമിക് ഇൻസെന്റീവ്, റെക്കഗ്നൈസേഷൻസ് ടു ക്രിയേറ്റേഴ്സ്. ഇതാണ് IPR ചെയ്യുക. ഇതിന് മേജർ ആയിട്ട് പല കാറ്റഗറീസ് ഉണ്ട്. പേറ്റൻസ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്, ട്രേഡ് സീക്രട്ട് ഉണ്ട്. അപ്പൊ ഈ മേജർ കാറ്റഗറീസ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ്. ഒരു പുതിയ ഇൻവെൻഷനോ പുതിയ വെഞ്ചറിനോ അല്ലെങ്കിൽ ഒരു പുതിയ ഡിസൈനോ വേണ്ടിയിട്ട് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ്. പ്രൊവൈഡ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ ഇൻവെസ്റ്റർ ടു യൂസ്, സെൽ ആൻഡ് ലൈസൻസ് ദെയർ ഇൻവെൻഷൻ. അപ്പോൾ അതൊരു റൈറ്റ്, ഇൻവെസ്റ്ററിനുള്ളൊരു റൈറ്റ് ആണ് അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും സെൽ ചെയ്യാനും, അതുപോലെ തന്നെ അതിന്റെ ലൈസൻസ്. ഇത് കൂടുതലായിട്ടും ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ്, ഇൻഡസ്ട്രിയൽ മെഷീൻ, മൊബൈൽ ടെക്നോളജി, മെഡിക്കൽ ആൻഡ് ബയോടെക് ഇന്നോവേഷൻസിനാണ് കൊടുക്കുക. ഇനി പേറ്റന്റ് റൈറ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഇൻക്ലൂഡിങ് അതേഴ്സ് ഫ്രം യൂസിങ്, മേക്കിംഗ് ഓർ സെല്ലിംഗ് ദ ഇന്നോവേഷൻ. ബാക്കിയുള്ളവർ ആ ഒരു പ്രൊഡക്റ്റിന്റെ പേറ്റന്റ് റൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നമ്മുടെ ഇൻവെന്റേഴ്സ് പറയാതെ യൂസ് ചെയ്യാനോ മേക്ക് ചെയ്യാനോ സെൽ ചെയ്യാനോ പാടില്ല. എക്സ്ക്ലൂസീവ് സെയിൽ ആൻഡ് ലൈസൻസ് ഓപ്പർച്യൂണിറ്റി. പേറ്റന്റ് ഉണ്ടെങ്കിൽ അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സെയിലും അതുപോലെ തന്നെ ലൈസൻസ് ഓപ്പർച്യൂണിറ്റി ആണ് ക്രിയേറ്റ് ആവുക. ടൈപ്പ് ഓഫ് പേറ്റൻസ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി പേറ്റന്റ് ഉണ്ട്, ഡിസൈൻ പേറ്റന്റ് ഉണ്ട്, പ്ലാൻ പേറ്റന്റ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 20 years ആയിരിക്കും. അതിന് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസസ് വേണം, ഒരു പേറ്റന്റ് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ക്ലോഷർ ആൻഡ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് എഴുതിയ ഒരു ഡോക്യുമെന്റ് വേണം. പേയ്മെന്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. ഇനി ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേർഡ്, സിമ്പിള്, ഫേസ്, ഡിസൈൻ നമ്മളൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ടു പ്രിവെന്റ് ദ കസ്റ്റമർ കൺഫ്യൂഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, ഇപ്പൊ നമ്മൾ പല പ്രൊഡക്ട്സും വാങ്ങിക്കുമ്പോൾ ലോഗോ നോക്കും, ബ്രാൻഡ് നെയിംസ് നോക്കും, ടാഗ് ലൈൻസ് നോക്കും. ഇതൊക്കെ എൻഷുർ ചെയ്യുന്നത് എന്താണ്? ട്രേഡ് മാർക്ക്ഡ് പ്രൊഡക്ട്സ് ആണ്. അവർക്ക് ആ ഒരു ഇപ്പൊ നൈക്കി എന്ന് പറയുന്ന ആ ഒരു നെയിം വേറെ ആരും യൂസ് ചെയ്യാൻ പാടില്ല. മീൻസ് അവർ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ടൈപ്സ് ഓഫ് ട്രേഡ് മാർക്സ് ഉണ്ട്. പ്രൊഡക്റ്റ് മാർക്ക് ഉണ്ട്, സർവീസ് മാർക്ക് ഉണ്ട്, കളക്റ്റീവ് മാർക്ക് ഉണ്ട്, ട്രേഡ് ഡ്രസ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറഞ്ഞാലും ഒരു 10 years ആണ്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസസിൽ ട്രേഡ് മാർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ റൈറ്റ്സ് റിന്യൂ ചെയ്യാനും ചെയ്യണം. ഇനി ഈ ഒരു പ്രൊട്ടക്ഷൻ വരുന്നത് ട്രേഡ് മാർക്ക് ആക്ട് ഓഫ് 1999 വരുന്നത്. അറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ് ഡിസൈൻ ആൻഡ് ട്രേഡ് മാർക്ക്. അവരാണത് നോക്കുന്നത്. ഇനി കോപ്പിറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ഒറിജിനാലിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പിറൈറ്റ്സ് ചെയ്യുന്നത്. പ്രൊട്ടക്ട് ഒറിജിനൽ ലിറ്ററസി, ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻസ് ആൻഡ് അതർ ക്രിയേറ്റീവ് വർക്ക്സ്. ഗ്രാൻഡ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു റിപ്രൊഡ്യൂസ്, ഡിസ്ട്രിബ്യൂട്ട്, പെർഫോമൻസ് ആൻഡ് ഡിസ്പ്ലേ ദ വർക്ക്. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, മ്യൂസിക്, മൂവി, സോഫ്റ്റ്വെയർ, ഇതൊക്കെ കോപ്പിറൈറ്റഡ് ആയിട്ട് വരും. ഇനി പ്രൊട്ടക്റ്റഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിറ്ററേച്ചർ, ആർട്ടിസ്റ്റിക് വർക്ക്സ്, മ്യൂസിക്, എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ്, ഇതൊക്കെ എന്താണ്? കോപ്പിറൈറ്റ് ഇല്ലാത്ത മെറ്റീരിയൽസ് ആക്കണം. ഓക്കെ. ഇനി അതിന്റെ കീ റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്കോണമിക് റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മോറൽ റൈറ്റും ഉണ്ട്. ഇതിന്റെ വാലിഡിറ്റി വരുന്നത് ഒരു 50 to 70 years ആണ്. കോർപ്പറേറ്റിലാണെങ്കിൽ 95 years ഫ്രം ദ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ 120 years ഫ്രം ദ ക്രിയേഷൻ. അതിൽ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്, നോ ഫോർമൽ രജിസ്ട്രേഷൻസ് ഒന്നും വേണ്ട. ഇനി ട്രേഡ് സീക്രട്ട് ഉണ്ട്. ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അത് നമ്മൾ
ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ കൊക്കോകോളയുടെ റെസിപ്പി, ഗൂഗിളിന്റെ സെർച്ച് അൽഗോരിതം, ഇതൊക്കെ എന്താണ്, ഒരു ട്രേഡ് സീക്രറ്റ്സ് ആണ്. ഓക്കെ, അതിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി സീക്രട്ട്, കൊമേഴ്ഷ്യലി വാല്യുബിൾ ആയിട്ടിരിക്കണം. അതുപോലെ റീസണബിൾ എഫേർട്സ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ ദ സീക്രസി. അപ്പോൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എഫേർട്സും കാര്യങ്ങളും എടുത്തിരിക്കണം. വാലിഡിറ്റി അൺലിമിറ്റഡ് as long as the secrecy is preferred. Statutory complaint വരുന്നത് പ്രൊട്ടക്റ്റഡ് ബൈ NDA, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് വെച്ചിട്ടാണ് സ്റ്റേറ്റ്യൂട്ടറി കംപ്ലൈന്റ് ചെയ്യുന്നത്. ഇനി കമ്പാരിസൺ ഓഫ് IPRൽ നമ്മുടെ പേറ്റന്റും ട്രേഡ് മാർക്കും കോപ്പിറൈറ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെൻഷൻ, പ്രോസസ്, ഡിസൈന് വേണ്ടിയിട്ടാണെങ്കിൽ ട്രേഡ് മാർക്ക് ബ്രാൻഡ് ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആർട്ടിസ്റ്ററി വർക്ക്സിനാണ്. ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സിന്റെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ ഇത് നമ്മുടെ പേറ്റന്റ് നോൺ ഒബ്വിയസ്നെസ് ആണ്. ട്രേഡ് മാർക്ക് ഇസ് ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉള്ളതുണ്ട്. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഒറിജിനാലിറ്റി ഫോക്കസ്ഡ് ആണ്. ട്രേഡ് സീക്രട്ട് ഇസ് സീക്രസി. അതിന്റെ ലൈഫ് സ്പാൻ ആണ് പറയുന്നത്, എന്തൊക്കെ എക്സാമ്പിൾസിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസസ് വരുന്ന പേറ്റന്റുകൾ എന്തൊക്കെയാണെന്നും കൂടി പറയുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് IPR മാറ്റർ ചെയ്യുന്നത്? അത് നമ്മുടെ പ്രൊമോട്ട്സ് ഇന്നോവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആണ്. ബ്രാൻഡിന്റെ പ്രൊട്ടക്ഷൻ, എക്കോണമിക് ഗ്രോത്ത്, ഫെയർ കോമ്പറ്റീഷൻ, ഇതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഇനി സ്ട്രാറ്റജീസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് IP ബേസ്ഡ് ഓൺ ദ ഇന്നോവേഷൻ. അപ്പോൾ ഒരു ടെക്നിക്കൽ ഇന്നോവേഷൻ ആണെങ്കിൽ, ഒരു ന്യൂ പ്രൊഡക്റ്റ്, പ്രോസസ്സ്, ടെക്നോളജി ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ എ പേറ്റന്റ് നാഷണലി വയ എന്തൊക്കെ സ്ട്രാറ്റജി, വയ PTC, ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ, മെയിൻറ്റെയിൻ ദ ഡീറ്റെയിൽഡ് റെക്കോർഡ്, അതിൻ്റെ ഫീസ് കൊടുക്കുക, അതുപോലെ തന്നെ എന്തൊക്കെ എൻഫോഴ്സ്മെന്റ്സ് ആണ് വേണ്ടത്, അതിൻ്റെ ആ ലൈസൻസ് എടുക്കുക ടു ജനറേറ്റ് റവന്യൂ. ഓക്കെ, ഇനി ബ്രാൻഡിങ് ആൻഡ് ബിസിനസ് ഐഡന്റിറ്റി, ട്രേഡ് മാർക്ക്, ലോഗോ, നെയിംസ്, സ്ലോഗൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ദ ട്രേഡ് മാർക്ക് ഇൻ റിലവൻറ്റ് ജൂറിസ്ഡിക്ഷൻ, എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. ഇനി അതിൻ്റെ റിന്യൂവൽ പീരീഡ് പറയുന്നുണ്ട്, അതിന് എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ആരെങ്കിലും ആ ഒരു സംഭവം ബ്രേക്ക് ചെയ്താൽ അവർക്കെതിരെ എന്ത് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക. രജിസ്റ്റർ ദ ട്രേഡ് ഡ്രസ് ഫോർ യുണീക് പാക്കിംഗ് ഫോർ ഡിസൈൻ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി ക്രിയേറ്റീവ് വർക്ക്സിനാണ് കോപ്പിറൈറ്റ്. രജിസ്റ്റർ ഫോർ എ സ്ട്രോങ്ങർ ലീഗൽ പ്രൊട്ടക്ഷൻ, യൂസ് കോപ്പിറൈറ്റ് നോട്ടീസ് ആൻഡ് DRMs, മോണിറ്റർ ഫോർ മ്യൂസ് കണ്ടെയ്നിങ് കണ്ടന്റ് IDs ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ലൈസൻസ് കൊടുക്കുക. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ് ട്രേഡ് സീക്രട്ട് യൂസ് ചെയ്യുന്നത്, അതും NDA വെച്ചിട്ടാണ് ചെയ്യുക വിത്ത് എംപ്ലോയി ആൻഡ് പാർട്ട്നേഴ്സ്. റെസ്ട്രിക്ട് ദ ആക്സസ്, യൂസ് എൻക്രിപ്ഷൻ ആൻഡ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ. എല്ലാ സ്റ്റാഫ്സിനെയും ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇനി ക്രോസ് കട്ടിംഗ് ഇന്നോവേഷൻ. ക്രോസ് കട്ടിംഗ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോൾവിങ് മൾട്ടിപ്പിൾ IP ടൈപ്സ്, ചിലപ്പോൾ പേറ്റന്റ് ആവാൻ ടൈപ്പ്, ഇതെല്ലാവരും കൂടി മിക്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ബണ്ടിൽ പ്രൊട്ടക്ഷൻ ചെയ്യുക. മെയിൻറ്റെയിൻ ദ ഇൻറ്റഗ്രേറ്റഡ് IP പോർട്ട്ഫോളിയോ, ക്ലിയർ ദ കോൺട്രാക്ട്സ് ആൻഡ് കൊളാബറേഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് IP അറ്റോർണറി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മീറ്റ് ചെയ്തിട്ട് റെഗുലർ ആയിട്ട് IP ഓഡിറ്റ്സ് കണ്ടക്ട് ചെയ്യുക. നമ്മുടെ ടീമിന് IPന്റെ വാല്യൂസും ഇതൊക്കെ വെച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. IP മാനേജ്മെന്റ് ടൂൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. ടേക്ക് പ്രൊമോട്ട് ആക്ഷൻസ് ടു ഡിഫെൻഡ് റൈറ്റ്സ്. ഇനി റോൾ ഓഫ് IPR ഇൻ സെക്യൂറിങ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്, ഡെമോൺസ്ട്രേറ്റ് ഓണർഷിപ്പ് ആൻഡ് വാല്യൂ, ഓണർഷിപ്പും വാല്യൂവും ആഡ് ചെയ്യും. എൻഹാൻസ് ക്രെഡിബിലിറ്റി, നമ്മുടെ ഒരു ഇന്നോവേഷനും കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ക്രെഡിബിലിറ്റി ആയിട്ട് യൂസ് ചെയ്യുക. ലൈസൻസിങ് റവന്യൂ, തേർഡ് പാർട്ടി യൂസ് ചെയ്യുന്ന ലൈസൻസുകൾ വരുമ്പോൾ അതിനെന്ത് ചെയ്യുക, അതിൽ നിന്ന് ഇൻകംസ് ജനറേറ്റ് ചെയ്യുക. ആക്ട് ആസ് എ കോളാറ്ററൽ, പേറ്റന്റ് ആൻഡ് അതർ IP ക്യാൻ സെക്യൂർ ലോൺസ് സെക്യൂർ ചെയ്യാൻ പറ്റും. റെഡ്യൂസ് മാർക്കറ്റ് റിസ്ക്, മാർക്കറ്റിൽ വരുന്ന കോപ്പി കാറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സപ്പോർട്ട് MA എന്ന് പറഞ്ഞാൽ വെൽ ഡോക്യുമെന്റഡ് IP ഇൻക്രീസസ് വാലിഡേഷൻ. ഇനി റോൾ ഓഫ് IP ഇൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പം മാർക്കറ്റ് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം,
IPR എടുക്കണം. ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ്, ചിലപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടാം. ബ്രാൻഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. പ്രൊട്ടക്ഷൻ ഓഫ് നോ ഹൂ, ആരുടെയാണ് ഈ ഒരു ട്രേഡ് സീക്രട്ട് അല്ലെങ്കിൽ പേറ്റന്റ് ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഗ്ലോബലി. ലൈസൻസിങ് ആൻഡ് കൊളാബറേഷൻ, പല പല പാർട്ട്നേഴ്സും വെഞ്ചേഴ്സും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ ലീഗൽ റിസ്ക് കുറക്കാം. ഇൻവെസ്റ്റർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നൽസ് ലോങ് ടേം പൊട്ടൻഷ്യൽ ആൻഡ് ബിസിനസ് സീരിയസ്നെസ്. ഫിനാൻസിങ് ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ IP-യുടെ അസറ്റ്സ് സപ്പോർട്ട് ഇക്വാലിറ്റി ആൻഡ് ഡെപ്ത് ഫിനാൻസിങ്. സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട്സ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ, കോപ്പിറൈറ്റ്സ്, ട്രേഡ് സീക്രട്ട് ആൻഡ് സപ്പോർട്ട് ദ ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ റോൾ ഓഫ് IPR ഇൻ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു IPR ഹെൽപ്ഫുൾ ആവണേന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ മാർക്കറ്റ് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ബാക്കിയുള്ള പ്രൊഡക്റ്റിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. ലൈസൻസും കൊളാബറേഷനും ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ലീഗൽ സ്ട്രെങ്ത് കൂട്ടും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു നോട്ട്സിൽ പറയുന്ന IPR-നെ കുറിച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത്ര കൊണ്ട് നമ്മൾ IPR-നെ പറ്റി പറഞ്ഞത്. ഓക്കെ, നമ്മൾ IPR-നെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേറ്റന്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ട്രേഡ് മാർക്ക്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. അഡീഷണൽ നോട്ട്സിന് വേണ്ടിയിട്ട് ഈ ഒരു PDF റീഡ് ചെയ്യുക. കാരണം ഇതിൽ കുറച്ചും കൂടി കൂടുതൽ ഡേറ്റ ഉണ്ട്. കാരണം ഞാനിത് കുറേ തിയറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സത്യമായിട്ടും വീഡിയോ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ടോപ്പിക്സിൻ്റെ ഹെഡിങ്സ് വെച്ച് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, അത്ര മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IPR നോക്കുക. പിന്നെ പറയാ ഈ ഒരു സ്ട്രാറ്റജീസ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ IPR-നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക. അതിൽ 4 എണ്ണം ആണ് നമ്മൾ പഠിച്ചത്. സോറി, 5 എണ്ണമാണ് പഠിച്ചത്. 5 എണ്ണം എന്തൊക്കെയാണെന്ന് പഠിക്കുക. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് IPR ഇൻ സെക്യൂർ ഫണ്ടിങ്. ഫണ്ടിങ്ങിന് എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുക, ലോൺസ് എടുക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. പിന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ എങ്ങനെയാണ് അതൊരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ പഠിച്ച കാര്യം കൂടിയാണ് ഇത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. സോ താങ്ക് യു ഫോർ ലിസണിങ്.